ഇങ്ങനെ ഇരുന്നാ മതിയോ? ഒരു കെട്ടടി വിത്ത് ചെയ്യണ്ടേ? എന്റെ കഴിഞ്ഞ മേക്കപ്പ് പരീക്ഷണ വീഡിയോ കണ്ടിട്ട് എന്റെ ഒരു കൂട്ടുകാരൻ പറയാണ്, അവന്റെ അനിയത്തി 4ാം ക്ലാസ് പഠിക്കുമ്പോൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് രാധയാക്കി ഒരുക്കി അയച്ച ഓർമ്മയാണ് എന്റെ വീഡിയോ കണ്ടപ്പോൾ കിട്ടിയത്. അവൻ കരുതി അതോടെ ഞാൻ ഈ പരിപാടി നിർത്തി പൊക്കോളൂന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതൊന്നും ഇങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ല. അപ്പൊ നിങ്ങളായിരിക്കും ഇവിടെ ഇരുന്ന് പറയുന്ന നേരം കൊണ്ട് ഒരു ട്യൂട്ടോറിയൽ പോയി കണ്ട ഇതൊക്കെ എങ്ങനെയാണ് പഠിച്ചൂടെയെന്ന്. പക്ഷെ അതിലൊരു ത്രില്ലില്ല. ഇങ്ങനെ അറിയാത്ത പരിപാടികളൊക്കെ പരീക്ഷിച്ചു നോക്കി ഒന്നിനും കൊള്ളാത്തൊരു അവസ്ഥയിൽ എത്തുമ്പോൾ ആ അവസാന നിമിഷത്തിൽ ട്യൂട്ടോറിയൽ പോയി കാണുമ്പോഴാണ് ഒരു സുഖം. പുതിയൊരു സാധനം പരീക്ഷിക്കാൻ പോവാണ് ഞാൻ. ഐബ്രോ പെൻസിൽ. ഇതിനകത്ത് ഇങ്ങനെ ബ്രഷ് ഒക്കെ ഉണ്ട്. മാഴ്സിന്റെ ആണ്. അതുകൊണ്ട് എനിക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട്. ബ്ലാക്ക് ഐബ്രോ പെൻസിൽ വെച്ചിട്ട് പിരികെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ദിഗംബരിയാവും. അതുകൊണ്ട് ഞാൻ ഇത്തവണ ബ്രൗൺ വെച്ച് പരീക്ഷിക്കാന്ന് വിചാരിച്ചു. ദിഗംബരി ആയിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ എപ്പോ ബ്ലഷ് ഇട്ടാലും ചുക്കിയില്ലേ, ചുക്കി അതുപോലെയാവും. ഇന്നും അതുപോലെ ആവുമെന്നാണ് എന്റെ വിശ്വാസം. കണ്ണ് എഴുതണം. കണ്ണ് എന്തായാലും ക്യാമറ നോക്കി എഴുതാനുള്ള അത്രയും വിദഗ്ധ ഞാൻ ആയിട്ടില്ല. ആവും, വൈകാതെ ആവും. ബട്ട് ഇപ്പൊ ഞാൻ ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പോയിട്ടൊന്ന് എഴുതിയിട്ട് വരാം. എനിക്ക് സ്മോക്കി ഐ ലുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു തവണ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ അത് അത്ര അങ്ങോട്ട് ശരിയായില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്റെ സിമ്പിൾ മേക്കപ്പ് ലുക്ക്. ഇഷ്ടപ്പെട്ട പറയാൻ മറക്കണ്ട. ബൈ.